സൊസൈറ്റിയുടെ ആലപ്പ രൂപത ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ പോൾ കൊച്ചിക്കാരൻ അച്ഛനുമായിട്ട് ഈ സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഒരു 3 ദിവസത്തെ ക്യാമ്പ് നടത്തി. ആ 3 ദിവസത്തെ ക്യാമ്പിൽ ഞങ്ങൾ IMSലാണ് താമസവും, രാവിലത്തെ കുർബാനയും ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ കാപ്പി കൂടിയൊക്കെ IMSലാണ്. വിനയാനന്ദനാണ് അന്ന് IMSൻ്റെ ഡയറക്ടറായിട്ട്. നമ്മുടെ പഴയ ഇപ്പോഴത്തെ മാതാവിൻ്റെ നടയുടെ പുറകിലുള്ള കൊച്ചു ചാപ്പൽ മാത്രമാണെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് IMSലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഞാൻ IMSലേക്ക് പ്രവർത്തിക്കാനായിട്ട് കടന്നു വരുന്നത് 2009 ഞാൻ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എനിക്കൊരു വാഹനാപകടമുണ്ടായി. രാത്രി ഡ്യൂട്ടിക്കിടയിൽ വാഹനാപകടമുണ്ടായതിനു ശേഷം ആണ് എനിക്ക് ഈ IMSലേക്ക് എൻ്റെ അമ്മച്ചി ഇവിടുത്തെ കൗൺസിലറായിരുന്നു. അമ്മച്ചി വഴി ഞാൻ 2009 ആദ്യമായിട്ടൊരു അഖണ്ഡ യൗമാനയ്ക്കാണ് മാതാവിൻ്റെ നടയിൽ ലിറ്റസ്റ്റേറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അഖണ്ഡ യൗമാന 10,3500 ആൾക്കാർ നമ്മുടെ മാതാവിൻ്റെ നടയിൽ കൂടുന്ന അഖണ്ഡ യൗമാനയിലാണ് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ IMSലേക്ക് പ്രശാന്തച്ച വന്ന സമയത്ത് ഞാൻ IMSലേക്ക് വരാറില്ല. ഞാനന്ന് പോലീസിലെ ജോലിയാണ്. അന്ന് അമ്മച്ചി ഇവിടുത്തെ ഒരു പ്രേക്ഷിതയാണ്. അമ്മച്ചി വീട്ടിൽ വന്ന് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ചായനോട് പറഞ്ഞ അച്ചായ IMSൽ രാജീവ് ഗാന്ധിയെ പോലെ ഒരു അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ രാജീവ് ഗാന്ധിയെ പോലെ ഒരു അച്ഛൻ വന്നിട്ടുണ്ടെന്ന് അമ്മച്ചി അച്ചായനോട് പറഞ്ഞത് മാത്രമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. പക്ഷെ ഞാനന്ന് പ്രശാന്തത്തിനെ കണ്ടിട്ടില്ല. 2009 ആക്സിഡന്റ് അപകടമുണ്ടായതിനു ശേഷം ഞാൻ പിന്നെ IMSൽ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് പ്രശാന്തച്ഛനുമായിട്ട് പരിചയപ്പെടുന്നത്. പ്രശാന്തച്ഛൻ എന്നെ എപ്പോൾ കാണും, ഏത് സമയത്ത് എന്നെ കണ്ടാലും സാർ എന്നാണ്, സൈമൺ സാർ എന്നാണ് റിട്ടയർഡ് ആകുന്നത്, സൈമൺ സാർ എന്നാണ് റിട്ടയർഡ് ആകുന്നതെന്ന് ചോദിച്ചു. ആശുപത്രി പോകുന്നതിന് ഒരാഴ്ച മുമ്പും എന്നോട് ചോദിച്ചു സൈമൺ സാർ എന്നാണ് റിട്ടയർഡ് ആകുന്നത്, സൈമൺ സാർ എന്നാണ് റിട്ടയർഡ് ആകുന്നത് ചോദിച്ചു. അപ്പം അച്ഛന് ഞങ്ങളുടെ ടൗൺ കൂട്ടായ്മയുടെ പ്രത്യേക കരുതലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് എന്നോട് കരുതലുണ്ടായിരുന്നു. ടൗൺ കൂട്ടായ്മയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അച്ഛനെ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം 1.5 മണിക്കൂർ നേരം ഞങ്ങളുടെ കൂട്ടായ്മകളുടെ എല്ലാവരെയും ഈ ഗ്രൂപ്പിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ്റെ മുറിയിൽ നിന്നും ഇറക്കി വിട്ടത്. കാരണം അച്ഛൻ എനിക്ക് പോകണം അത്യാവശ്യമാണെന്നൊന്നും അച്ഛൻ വിട്ടില്ല. 1.5 മണിക്കൂർ നേരം അച്ഛനെ മുറിയിലിരുത്തി ജോഷി അച്ഛനെ വിളിച്ചു, മാമച്ച ബ്രദറിനെ വിളിച്ചു, ജോൺ സാറിനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ പേരും ഈ ഗ്രൂപ്പിലുണ്ടെന്ന് അച്ഛനും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അച്ഛനെ വിട്ടത്. അവസാനമായി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ രാജീവ് ഗാന്ധിയെ എൻ്റെ അമ്മച്ചി ഉപമിച്ചത് അച്ഛനെ കണ്ടിട്ട് വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛായ രാജീവ് ഗാന്ധിയെ പോലെ ഒരു അച്ഛനാണ് വന്നതെന്ന് പറഞ്ഞു. അവസാനമായി ഞാൻ പറയട്ടെ, നമ്മുടെ അച്ഛൻ്റെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവരുന്നതിന് തൊട്ട് തലേ ദിവസം നമ്മുടെ ആന്തരിക സൗഖ്യ കൺവെൻഷൻ സമാപിപ്പിച്ചത് സേവർക്കാൻ മട്ടായി അച്ഛനായിരുന്നു. 4 ദിവസത്തെ കൺവെൻഷൻ 18-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെ ഏറ്റിരുന്നത്. 20-ാം തീയതി നമ്മൾ സമാപിപ്പിക്കുമ്പോൾ വലിയൊരു വചന പ്രഘോഷകനായ സേവർക്കാൻ മട്ടായി അച്ഛൻ നടത്തിയ വചന പ്രഘോഷണം ഒരു വലിയൊരു അനുശോചന പ്രസംഗമായിരുന്നു. അത് കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ വചനം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ വചന പ്രഘോഷണം തന്നെ അച്ഛനെ കുറിച്ച് അന്ന് നമ്മളിൽ നിന്ന് നിത്യതയിലേക്ക് പോയിരിക്കുന്ന പ്രശാന്ത് അച്ഛനെ കുറിച്ചുള്ള ഒരു വചന പ്രഘോഷണമാണ് കേട്ടത്. വലിയൊരു വചന പ്രഘോഷകനെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ IMSൽ ഒരു വലിയൊരു വചന പ്രഘോഷണം തന്നെ അനേകായിരങ്ങൾക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് കേൾക്കുവാനായിട്ട് 20-ാം തീയതി വൈകുന്നേരം സാധിച്ചു. കൂടുതലൊന്നും പ്രശാന്തച്ഛനെ കുറിച്ച് എനിക്ക് പറയുവാനാണെങ്കിൽ ഈ സമയം തികയില്ല. കൂടുതൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ രാത്രി ആരാധനയുടെ ഒരു പ്രത്യേകത അതുകൂടെ ഞാൻ പറഞ്ഞു നിർത്തിയേക്കാം. ഇപ്പോൾ പനക്കലച്ഛനാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ. സേവർക്കാനച്ഛൻ അട്ടപ്പാടി സെക്യൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്കും ഒരു ഡയറക്ടർ അച്ഛൻ ഉണ്ടായിരുന്നു. നമ്മുടെ IMSൻ്റെ ഡയറക്ടർ പ്രശാന്ത് അച്ഛനായിരുന്നു. പക്ഷേ സഹവൈദികരായ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരെ ആരെയും രാത്രി അച്ഛൻ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് അച്ഛൻ വരില്ലായിരുന്നു. മരിക്കുന്നതിന് തൊട്ട് തലേ രാത്രി ആരാധന പോലും അച്ഛൻ നേരം വെളുക്കുന്നതുവരെ ആ രാത്രി ആരാധന നയിച്ചിട്ടാണ് അച്ഛൻ കിടന്നുറങ്ങാൻ പോയത്. ജോഷച്ചനാണ് അച്ഛനെ പോയി വിളിച്ചുണർത്തിയെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ നമ്മുടെ രാത്രി ആരാധന ആക്റ്റീവായിട്ട് ആ പ്രായത്തെ വകവയ്ക്കാതെ വളരെ ആക്റ്റീവായിട്ട് അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. IMS എന്ന് പറയുന്ന ഈ വലിയൊരു സ്ഥാപനം ഇങ്ങനെ ആയതിൻ്റെ പിന്നിൽ പ്രശാന്തച്ഛൻ്റെ വലിയൊരു നേട്ടവും പ്രശാന്തച്ഛൻ്റെ പ്രാർത്ഥനയും ശക്തിയും തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞു
നടത്തിയ ഈ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പ്രശാന്ത് അച്ഛന് കൂടുതൽ നിത്യതയിലേക്കും സ്വർഗകവാടം തുറന്ന് കിട്ടിയ അച്ഛനും വേണ്ടി നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളും പ്രാർത്ഥനാ സഹായങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.